മദീനയിൽ ഇനി എന്തിനു പോകണം? പോയാൽ തന്നെ അവിടെ ഖബറുള്ളത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് പോലും പുത്തനാശയക്കാരുടെ നേതാക്കന്മാർ കൊടുത്തുവിട്ട ഫത്വകളെ ആസ്പദമാക്കിയിട്ട് ഹബീബിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത വിധം മനസ്സിൽ കിടക്കുന്ന ഈമാനിനെ ഇല്ലായ്മ ചെയ്യുന്ന ആശയങ്ങൾ ബിദ്അത്തിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മസ്ജിദി, ഇത് എന്റെ മസ്ജിദാണ്. തങ്ങൾ ഉണ്ടാക്കിയ പള്ളി ഖുബയാണ് ആദ്യം. പക്ഷെ ഹബീബ് എന്റേത് എന്ന് ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞതുകൊണ്ടാണ് മസ്ജിദുൻ നബവിക്ക് ആ വലിയ മഹത്വം ഉണ്ടാവാൻ കാരണം. ആ പള്ളിക്ക് 1000 നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന പുണ്യ റസൂലിനോട് ഒരു സലാം പോലും പറയാതെ നമ്മുടെ നാടുകളിൽ നിന്ന് പുത്തനാശയക്കാരുടെ കൂടെ നടന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിധം ചില ചിന്തകൾ കയറിക്കൂടിയിട്ട് റസൂലുള്ളാഹിനോട് സലാം പറയാൻ പോലും സമയം കണ്ടെത്താതെ കൂലി കിടക്കുന്നത് മക്കയിലല്ലേ, അവിടെ മക്കയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകാം, മദീനയിൽ ഇനി എന്തിനു പോകണം? പോയാൽ തന്നെ ആ പള്ളിയിൽ നിസ്കരിക്കുന്നു, അവിടെ ഖബറുള്ളത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് പോലും പുത്തനാശയക്കാരുടെ നേതാക്കന്മാർ കൊടുത്തുവിട്ട ഫത്വകളെ ആസ്പദമാക്കിയിട്ട് ഹബീബിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത വിധം മനസ്സിൽ കിടക്കുന്ന ഈമാനിനെ ഇല്ലായ്മ ചെയ്യുന്ന ആശയങ്ങൾ ബിദ്അത്തിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബിനോട് സലാം പറയാൻ പോകുമ്പോ പേടി. ഞാൻ ചോദിക്കട്ടെ, ഈ പള്ളിയിൽ 1000 നിസ്കാരത്തിന്റെ കൂലിയുണ്ടാവാൻ കാരണമെന്തേ? മസ്ജിദി, ഇത് എന്റെ പള്ളിയാണ് എന്ന് ആരാണോ പറഞ്ഞത് ആ മഹാനെ പോയി കാണാതെ ആ വീട്ടിൽ കയറി ഇറങ്ങിപ്പോയി ആ വീട്ടുകാരനോട് നന്ദി പറയാതെ പോകുന്ന പോലെയല്ലേ ഹബീബായ നബി തങ്ങളോട് സലാം പറയാതെ പോകുന്ന ഈ പരിപാടി. 1 ലക്ഷം കൂലി മക്കയിലുണ്ട് എന്ന് പറഞ്ഞ് മദീനയിൽ പോവാതെ നാടുവിടുന്നവരെ, ഹജ്ജിന് പോയിട്ട് മദീന പോകാത്തവർ ചിന്തിക്കണം, നിങ്ങൾക്കാരാണ് മസ്ജിദുൽ ഹറാമിന് 1 ലക്ഷം കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ചത്? ആരാ നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചത്? ആരാ നിങ്ങൾക്ക് തവാഫ് പഠിപ്പിച്ചത്? ആരാ നിങ്ങൾക്ക് സഅയ് പഠിപ്പിച്ചു തന്നത്? ഇത് ഹബീബല്ലേ. ആ ഹബീബിനെ അരികത്ത് ചെന്നൊന്ന് സലാം പറയാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങളിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ മടിക്കണ്ട. ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടവിടെ. നന്ദികേടിന്റെ വഴിയാണത്. ഹബീബായ നബി തങ്ങളോട് സലാം പറയാൻ മടി തോന്നുകയാണോ? ഹബീബിന്റെ പേരിൽ സ്വലാത്തിന്റെ മജ്ലിസുകൾ, ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന